സോ കുറച്ച് കാലത്തേക്ക് ശേഷം നമ്മൾ പുതിയൊരു അൺബോക്സിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. അതെ, ഇപ്രാവശ്യം നമ്മൾ ആത്മാവ് ഊറ്റാൻ പോകുന്നത് റെഡ്മി A4 5G. അതായത് ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ ചീപ്പസ്റ്റ് 5G ഫോൺ ഫ്രം എ ബ്രാൻഡ് എന്നാണ് ഒരു സ്കീമിൽ ഇറക്കിയതാണ്. കാരണം ഈ ഒരു ഫോണിന്റെ പ്രൈസ് വെറും 8500 ആണ്. വെറും എന്നല്ല, 8500-ൽ നമുക്ക് 5G കിട്ടുന്നു. പക്ഷേ 5G എന്ന് പറഞ്ഞ സാധനം എടുത്ത് മാറ്റിയ ബാക്കി കുറെ കാര്യങ്ങൾ ഈ ഒരു ഫോണിനകത്ത് മറ്റ് ബ്രാൻഡിനെ അപേക്ഷിച്ച് ബെറ്റർ ആണ്. കുറേ കാര്യങ്ങൾ അത് ഞാൻ പറയാം. എന്നാൽ ഇവർ 5G എന്നാണ് ഈ ഫോണിനെ മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ ആ 5Gക്ക് ചെറിയ പ്രശ്നങ്ങളും ഉണ്ട്. അത് നമുക്ക് വഴിയെ പറയാം. എന്തായാലും നമുക്ക് ആദ്യം ഇത് അൺബോക്സ് ചെയ്യാം. ഏതാ പെട്ടി തുറന്നു, കവറൊന്നുമില്ല, സിം ഇജക്ടർ ടൂൾ, ബുക്ക്, 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ്. 33. പക്ഷേ ഫോൺ 18 വാട്ട്സ് സപ്പോർട്ട് ചെയ്യുള്ളൂ കേട്ടോ, നോട്ട് ദ പോയിന്റ്. Type A to Type C കേബിൾ. ഇനി ഫോണിലേക്ക് വരാം. ഫോൺ ബാക്ക് ഡിസൈൻ ഇങ്ങനെയൊക്കെ വരും. ആക്ച്വലി ഒരു റിയൽമിയുടെ കുറേ ഫോൺസിന് ഇങ്ങനത്തെ ഒരു റിംഗ് ടൈപ്പ് ഡിസൈനാണ്. ആൻഡ് സർപ്രൈസിംഗ്ലി ഗ്ലാസ് ആണിത്. അടിപൊളി, അത് കൊള്ളാം. 8500 ഒരു ഫോണിൽ റെഡ്മി ഗ്ലാസ് വെച്ചത്. അതായത് ആ ഒരു റെഡ്മി നോട്ട് 8, നോട്ട് 7 ആ ഒരു വൈബ് കൊണ്ടുവരികയാണ്. നോട്ട് 9 ഈ ഒരു വൈബ്, ഈവൻ നോട്ട് 10 ഓൾസോ. അത് കൊള്ളാം. അതൊരു തിരിച്ചറിവാണെന്ന് തോന്നുന്നു. കാരണം അഗ്രസീവ് പ്രൈസിംഗ് എന്ന് പറഞ്ഞ സംഭവം ഷവമി ഇപ്പം ഷവമി അല്ല, റെഡ്മി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒഴിവാക്കി കഴിഞ്ഞു. പുതിയൊരു നോട്ട് സീരീസ് ഫോൺ വന്നാൽ പോലെ ഒരു എക്സൈറ്റ്മെന്റും ഇല്ല. ഈവൻ റിയൽമി അതേപോലെ തന്നെ. അതിൽ ഇവര് ഈ ഒരു സാധനം തിരിച്ചു കൊണ്ടുവരാണെന്ന് എനിക്കറിയില്ല, അവരുടെ അഗ്രസീവ് രീതി. അങ്ങനെയാണ് അവർക്ക് നല്ലത്. നമുക്ക് വേറെ ബ്രാൻഡുണ്ട്. സോ നോ ഇഷ്യൂസ്. ക്ലാസ് ബാക്ക് ആ ഒരു പഴയ ഒരു വൈബ് തന്നു. വളരെ നന്ദി, കൊള്ളാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആത്മാവ് ഊറ്റിയിട്ട് ബാക്കി ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ഈ ഒരു സാധനത്തിൻ്റെ ആത്മാവ് ഊറ്റിയിരിക്കുകയാണ്. അതെ, സോ റെഡ്മി A4 5G. മുമ്പൊരു 4A ഉണ്ടായിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് എൻട്രി ലെവൽ ഫോൺസ് ആയിരുന്നു. 4A 5A കുറച്ച് പേർക്ക് അറിയായിരിക്കും. ആ സമയത്തൊക്കെ റെഡ്മി എന്ന് പറഞ്ഞാൽ ചുമ്മാ പൊളിയായിരുന്നു. എനിവേ 4A തിരിച്ചിട്ട് A4 എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓൾവേസ് ബിൽഡ് ആൻഡ് ഡിസൈൻ. അതിന് മുമ്പ് സബ്സ്ക്രൈബ് കേട്ടോ, ബില്ലേക്കണോ പ്രത്യേകിക്കും. സോ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഫോർ an 8500 ഫോൺ ഐ ലൈക്ക് ദ ഡിസൈൻ, ഐ ലൈക്ക് ദ ബിൽഡ്, നോ ഇഷ്യൂസ്. ഗ്ലാസ് ബാക്ക് ആണ്. സത്യം പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. യെസ്, താഴെ വീണാൽ പൊട്ടും. കവറിട്ടാണ് യൂസ് ചെയ്യുന്ന ഡിസൈൻ മാറ്റർ. കുറേ പേര് പ്ലാസ്റ്റിക് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു 8500 രൂപയ്ക്ക് ഒരു പ്രീമിയം ഫീൽ കിട്ടുക എന്നുള്ളത് നല്ലതാണ്. പിന്നെ ഈ ഒരു സംഭവമൊക്കെ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കാം. എനിക്ക് എന്തായാലും പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഇതിൻ്റെ ഡിസ്പ്ലേ ഇച്ചിരി വലുതാണെന്ന് തോന്നുന്നു. 6.88 ഇഞ്ചിൻ്റെ സ്ക്രീൻ, അതുകൊണ്ട് ഒരു നീളം കൂടുതലാണ്. പക്ഷേ കയ്യിൽ കുഴപ്പമില്ല, ഹോൾഡിംഗ് ഒന്നും കുഴപ്പമൊന്നുമില്ല. 8.2 മില്ലിമീറ്റർ തിക്നെസ് ആണ്. 212.4 ഗ്രാമിൻ്റെ വെയിറ്റ് ഉണ്ട്. സോ ഇച്ചിരി ഹെവി ഫോണാണ്. കുറച്ച് കഴിയുമ്പോൾ യൂസ് ആയിക്കോളും. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കാം. അതെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ 6.88 ഇഞ്ചിൻ്റെ ഒരു IPS LCD HD+ ഡിസ്പ്ലേ. ഫോർ ദിസ് പ്രൈസ് 8500 HD+, ഓക്കെ. കാരണം ഇവിടെ 11000 രൂപയ്ക്കും 12000 രൂപയ്ക്കും വരെ ചിലവന്മാർ HD+ തരുന്നുണ്ട്. അതും 90 Hz. അതിന് പകരം HD+ വിത്ത് 120 Hz തരുന്നത് നല്ല കാര്യമാണ്. അപ്രീഷിയേറ്റ് ഇറ്റ്. സോ നോ ഇഷ്യൂസ്. ഇനി ഡിസ്പ്ലേ IPS ആണ്, 720p ആണെങ്കിൽ പോലും ബ്രൈറ്റ്നെസ്സിലൊന്നും എനിക്കൊരു പരാതിയും ഇതുവരെയും തോന്നിയിട്ടില്ല. വളരെ നല്ല ബ്രൈറ്റ്നെസ് ആണ് ഉള്ളത്. നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. ഇവൻ കളേഴ്സ് ആണെങ്കിൽ അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പം വ്യൂയിങ് ആംഗിൾസിലൊന്നും അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല. അങ്ങനെ ഡിസ്പ്ലേ അങ്ങനെ തീരെ പോർ ക്വാളിറ്റി ഒന്നുമില്ല. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ആണ്. എന്തായാലും ഫോർ ദ പ്രൈസ് ഇറ്റ്സ് എ ഡീസെന്റ് ഡിസ്പ്ലേ, അത്രേ ഉള്ളൂ. എന്തായാലും ഈ ഒരു പ്രൈസ് നമുക്ക് വലിയ രീതിയിൽ ചിന്തിക്കാനും പറ്റത്തില്ല. ഡിസ്പ്ലേ അടിപൊളിയാണ്, ഫൈനാണ്, കുഴപ്പമില്ല. അതേപോലെ റിഫ്രഷ് റേറ്റ് നോക്കി കഴിഞ്ഞാൽ 120 Hz 60 Hz ഉള്ളത്. പിന്നെ ഇവരുടെ ഒരു ഡീഫോൾട്ട് മോഡുണ്ട്. ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ല ഡീഫോൾട്ട് മോഡ് യൂസ് ചെയ്യാം. കാരണം ഡീഫോൾട്ട് മോഡിൽ ഹേർട്സ് തമ്മിൽ ഷിഫ്റ്റ് ആകുന്നതുകൊണ്ട് ഭയങ്കര ചില സമയത്തൊക്കെ ലാഗ് നന്നായിട്ട് അടിക്കുന്നുണ്ട്. 120 Hz നിങ്ങൾ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഇഷ്യൂസ് ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നു. എന്നാലും ചെറിയ രീതിയിലൊക്കെ വരും. ഡിപ്പെൻഡ്സ് ഓൺ ദ ചിപ്സെറ്റ്. അത് പറഞ്ഞപ്പോഴാണ് ചിപ്സെറ്റിനെ പറ്റി ഓർത്തത്. അതെ, ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്നത് Qualcomm Snapdragon 4S Gen 2 എന്നൊരു ചിപ്സെറ്റ് ആണ്. 4 നാനോമീറ്ററിന്റെ ചിപ്സെറ്റ് ആണ്. അപ്പം ഇതിനകത്ത് കാര്യം പറയാനുള്ളത്, ഈ പ്രൈസിലെ ഏറ്റവും പവർഫുൾ ചിപ്സെറ്റ് ഇതാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. ഡിമെൻസിറ്റി 6000 സീരീസ് ആയിക്കോട്ടെ, യുണിസോക്കിന്റെ സീരീസ് ആയിക്കോട്ടെ, ഇവൻ മീഡിയാടെക്കിന്റെ തന്നെ ഹീലിയോ സീരീസ് ആയിക്കോട്ടെ, ഏതായെങ്കിൽ പോലും 4S Gen 2-നേലും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ഇല്ല. ഇനി പോക്കോയുടെ M6 Pro ഒക്കെ ഈ ഒരു റേറ്റ് വരുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ അതായിരിക്കും. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ചിപ്സെറ്റ് ഈസ് ഗോട്ട് ഇൻ ദിസ് കാറ്റഗറി. 8500 ദിസ് ഈസ് ദ ബെസ്റ്റ് ചിപ്സെറ്റ്. കാരണം ഇതിനകത്ത് Cortex A78 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പുതിയ നിലവാരത്തിലുള്ള സംവിധാനമുള്ള സാധനമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പൊതുവെ ഉള്ളത് Cortex A75 അല്ല, A73 ആ ഒരു സംഭവമൊക്കെയാണ്. A75, 73 സാധനങ്ങളൊക്കെ. അത് വെച്ച് നോക്കുമ്പോൾ ചിപ്സെറ്റ് ഈസ് ഗുഡ്. പക്ഷേ
പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ദ പ്രൈസ് പെർഫോമൻസിനകത്ത് എനിക്കൊരു പരാതിയില്ല. പക്ഷേ ഈ ഒരു ചിപ്സെറ്റ് വെച്ച് ഇവർക്ക് കുറച്ചുകൂടെ പണിയെടുത്താൽ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ഇപ്പോഴും അത്യാവശ്യം അടിപൊളിയാണ്. ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഇത്രയും പെർഫോമൻസ് തരുന്ന ഒരു ഫോൺ കിട്ടത്തില്ല. ട്രസ്റ്റ് മീ, 8500 രൂപയ്ക്ക് എന്തായാലും കിട്ടത്തില്ല. നിങ്ങളൊരു 11,000 ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ മോട്ടോറോയുടെ ഫോൺസ് ഒക്കെ ഉണ്ട്. 10ലും ഇല്ല, 11 തൊട്ടാണ് കുറച്ചുകൂടി ബെറ്റർ ചിപ്സെറ്റ് വരുന്നത്. ആ ഒരു സ്കീം വെച്ച് ദിസ് ഈസ് ചുമ്മാ പൊളി സാധനം. അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ്. എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂവും തോന്നിയിട്ടില്ല. അടിപൊളിയാണ്. ഇനി ഞാൻ പറഞ്ഞത് ഈ ചിപ്സെറ്റിൻ്റെ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്. അതുകൊണ്ട് ഇവർ ഈ സോഫ്റ്റ്വെയർ കുറച്ചുകൂടെ ഒന്ന് ഇതിനുവേണ്ടി പണിയുവാണെങ്കിൽ ചുമ്മാ പൊളിയായിരിക്കും. അല്ലാത്ത രീതിയിൽ പെർഫോമൻസിൽ എനിക്ക് ഒരു ഇഷ്യൂവും തോന്നിയിട്ടില്ല. ആൻഡ്രോയിഡ് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 4,05,443 ആണ്. അതെ, ഈ ഒരു പ്രൈസിലെ ഏറ്റവും ബെസ്റ്റ് ആൻഡ്രോയിഡ് സ്കോർ ഇതിനായിരിക്കും. ഗീക്ക് ബെഞ്ച് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 837 ആണ് സിംഗിൾ കോർ സ്കോർ, 1904 ആണ് മൾട്ടി കോർ സ്കോർ. അൺബീറ്റബിൾ. അത്രയ്ക്കും നല്ല സ്കോറാണ് ഈ ഫോണിന്റെ. CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് 85% ആണ്. ഇവിടെ വലിയ ഡിപ്പെൻഡൻസി ഇല്ല. പിന്നെ ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. ത്രോട്ടിലേക്കൊന്നും ഇതിനകത്തൊന്നും, കാരണം അത്രയ്ക്കുള്ള പവറുള്ള സാധനമൊന്നും അല്ലത്. അപ്പോൾ നോർമൽ യൂസിന് ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നോർമൽ റിയൽ ലൈഫ് യൂസിൽ നിങ്ങൾക്ക് ഒരു ഇഷ്യൂസും വരത്തില്ല. നിങ്ങളൊരു സോഷ്യൽ മീഡിയ യൂസറാണ്, പിന്നെ എന്താ വലിയ ഹെവി ടാസ്ക് ഒന്നും ചെയ്യാൻ ചെറിയ ടാസ്ക്, പിന്നെ ഈ സബ്വേ സർഫേസ്, ടെമ്പിൾ റൺ അല്ലെങ്കിൽ കാഷ്വൽ ഗെയിംസ്, ഈവൻ BGMI അതിലേക്ക് ഞാൻ വരാം. അങ്ങനെ ചെറിയ ഗെയിംസ് ഒക്കെ ആണെങ്കിൽ പോലും ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഇഷ്യൂവും വരത്തില്ല. പിന്നെ ഹെവി പെർഫോമൻസ് സെറ്റപ്പ് ഉള്ള ഫോണൊന്നും അല്ലത്. നോർമലി നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയ്ക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ പേരൻസിനൊക്കെ മേടിച്ചു കൊടുക്കും, കാരണം ഇതിനകത്ത് 5G ഉണ്ട്. അപ്പോൾ ഒരു ലേറ്റസ്റ്റ് കണക്ടിവിറ്റിയും കൂടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ലാഗ് കുറവായിരിക്കും. അതൊരു രീതി നല്ലതാണ്, എസ്പെഷ്യലി പേരൻസിനെയൊക്കെ നല്ല. അതേപോലെ തന്നെ ഇപ്പം എന്താ തീരെ ബഡ്ജറ്റ് ഇല്ല, പക്ഷേ ആൻഡ്രോയിഡ് ഫോൺ വേണം, അത്യാവശ്യം നല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നല്ലൊരു ചോയ്സ് ആയിരിക്കും. പെർഫോമൻസ് പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുന്നത്. ഇനി BGMIയിലേക്ക് വരികയാണെങ്കിൽ സ്മൂത്ത് പ്ലസ് അൾട്രാ കിട്ടും. സത്യം പറഞ്ഞാൽ പ്ലേയബിൾ ആണ്, നല്ലതായിട്ട് പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഇഷ്യൂസും ഉണ്ടാകത്തില്ല. വലിയ ഹെവിയുള്ള പരിപാടിയൊന്നും അല്ല. ജസ്റ്റ് കാഷ്വലി നിങ്ങൾക്ക് BGMI ഈ ഒരു ഫോണിൽ വലിയ കുഴപ്പമില്ലാതെ കളിക്കാൻ പറ്റും. ആൾക്കാരെ കില്ല് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്, വിഷയമില്ല. അതായത് ഈ ഒരു ഫോൺ ഫോർ ദ പ്രൈസ് അടിപൊളിയാണ്. ചില ഈ സെയിം റേറ്റിലുള്ള പല ഫോണുകളും BGMI 30 FPS ഓടിക്കുന്നത്. ഇവിടെ 40 FPS നമുക്ക് കിട്ടും അൾട്രയിൽ. സ്മൂത്ത് അൾട്ര എന്ന് പറഞ്ഞ സെറ്റിങ്സിൽ. സോ ആ ഒരു സ്കീം വെച്ച് എനിക്ക് തോന്നുന്നത് ദിസ് ഫോൺ ഈസ് ഓൾസോ ഗുഡ് ഇൻ ഗെയിമിങ്. ഗെയിമിങ്ങിന് നല്ലൊരു ഫോണായിട്ട് തോന്നുന്നു. എൻട്രി ലെവൽ ഗെയിമിങ്. ഞാൻ ഈ പറയുന്നത് എപ്പോഴും 8500 എന്ന് പറഞ്ഞ ആ ഒരു പെർസ്പെക്റ്റീവിലാണ്. അല്ല നിങ്ങൾ 15,000-20,000 രൂപയുടെ ഫോണുമായിട്ടല്ല ഇത് കമ്പയർ ചെയ്യേണ്ടത്. 8500 രൂപയ്ക്ക് ഇത് ഇത്രയും തരുന്നത് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതിനകത്തൊരു സംശയം വേണം. ആ ഒരു പെർസ്പെക്റ്റീവിൽ ഇത് നല്ലതാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് പെർഫോമൻസിനെ അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു ഫോണിന്റെ ഫിംഗർ പ്രിന്റ് ഫേസ് അൺലോക്ക് നോക്കാം. ഫസ്റ്റ് ഫേസ് അൺലോക്ക് നോക്കാം. കുഴപ്പമില്ല, അത്യാവശ്യം ഫാസ്റ്റാണ്. ഫാസ്റ്റസ്റ്റ് എന്ന് ഞാൻ പറയത്തില്ല. പിന്നെ ഫേസ് അൺലോക്ക് നോക്കാം. വലിയ കുഴപ്പമില്ല. ഫിംഗർ പ്രിന്റും വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് ഓഡിയോ ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കാം. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നുമില്ല, സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ്. വോളിയം അങ്ങനെ കൂടുതലായിട്ടും ഇല്ല, ക്വാളിറ്റിയൊക്കെ ഓക്കെ ആണ്, അങ്ങനെ കൂടുതലൊന്നും പറയാനില്ല. വോളിയം കുറച്ചുകൂടെ ആക്കുമായിരുന്നു, റിംഗ് ടൂണിലൊക്കെ കുറച്ച് പവർ ഉണ്ടായിരുന്നു, പക്ഷെ വലിയ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഓഫ് കോഴ്സ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചർച്ച ചെയ്യാം. ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്ന 50 മെഗാ ഒരു പ്രൈമറി ക്യാമറയാണ്, ബാക്കിയൊക്കെ പ്രഹസനമാണ്. ഫ്രണ്ടിൽ 5 മെഗാ സെൽഫി ക്യാമറയാണ്. സോ ഓക്കെ. ഇനി ഷോർട്സിലേക്ക് വരുവാണെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് ആർ ഓക്കെ, അതായത് ഡീസെന്റ് ഓക്കെ ഫോട്ടോ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അതായത് നല്ല ഡേ ലൈറ്റിൽ നമുക്ക് അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാം. ഫോർ ദ പ്രൈസ് ഇറ്റ്സ് ഗുഡ്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ മാക്രോ ഫോട്ടോസ് ആണെങ്കിലും ഇറ്റ്സ് ഡീസെന്റ്, വലിയ കുഴപ്പമില്ലാത്ത ഫോട്ടോസ് എടുക്കാം, യൂസബിൾ ഫോട്ടോസ് കിട്ടും, അതാണ്. അല്ലാതെ എക്സ്ട്രീം ബ്രില്യൻറ്റ് സംഭവമൊന്നും ഇതിനകത്തില്ല. 8500 രൂപയ്ക്ക് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഫോട്ടോ ക്യാപ്ചറിങ് ഒക്കെ നടക്കും, അത്രേ ഉള്ളൂ. അതെന്തായാലും വലിയ കുഴപ്പമില്ല അതിനകത്തുണ്ട്. ഇനി നൈറ്റ് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്, കൂടുതലൊന്നും പറയില്ല, കൈൻഡ് ഓഫ് യൂസബിൾ ഫോട്ടോസ് കിട്ടും. അങ്ങനെ വലുതായിട്ടൊന്നും പറയാനില്ല, അതാണ് സംഭവം. പിന്നെ ഇനിയിപ്പം ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ സബ്ജക്റ്റ് ആക്ച്വലി സ്കിൻ ടോൺ വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ HDR ഒക്കെ ഭയങ്കര വിയേർഡാണ്, അതായത് ലൈറ്റിൻ്റെ ബാലൻസ് ചെയ്യുന്നതൊക്കെ മോശമാണ്. അത് സ്കൈ ഇങ്ങനെ വെളുത്തിരിക്കും. സോ പക്ഷേ ചില ഫോട്ടോസ് വലിയ കുഴപ്പമില്ല, നല്ലതായിട്ട് തോന്നാറുമുണ്ട്. അതായത് ഇതൊരു ഡീസൻറ്റ് ക്യാമറ, ഓക്കേഷ് ഡീസൻറ്റ് ക്യാമറ എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഫോർ ദ പ്രൈസ് ഇതൊരു ബെറ്റർ ക്യാമറയും കൂടെയാണ്. കാരണം ഈ പ്രൈസിൽ പൊതുവെ എല്ലാ ക്യാമറയും വീക്കാണ്,
പക്ഷെ അതിനകത്തുനിന്ന് വലിയ കുഴപ്പമില്ലാത്തൊരു ബെറ്റർ എന്നുള്ള സ്കീമിൽ നമുക്ക് പറയാൻ പറ്റും. സത്യം പറയാം, ക്യാമറയുടെ കാര്യത്തിൽ 15 വരെ 16 ആകുമ്പോഴാണ് ക്യാമറ നല്ലതായി തുടങ്ങുന്നത്. ഇത്രയും വരെ വീക്കാണ്, കാരണം ചിപ്പിൻ്റെയും പവർ എല്ലാം കൂടെ മാറ്റർ ചെയ്തിരിക്കും. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ ഫോർ ദ പ്രൈസ് ക്യാമറ എനിക്ക് വലിയ ഇഷ്യൂ തോന്നുന്നില്ല. ഈ സെൽഫി ക്യാമറയും ഓക്കേഷ്, കൈൻഡ് ഓഫ് ആവറേജ് ഓക്കേഷ്, ഡീസൻറ്റ് ഫോട്ടോസ് എന്നൊക്കെ പറയാനുള്ളൂ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനി വീഡിയോ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ 2 സൈഡിലും നിങ്ങൾക്ക് 1080p 30 fps ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണ് റെഡ്മി 4A നിന്നുള്ള റെയർ വീഡിയോ ഫുട്ടേജ്. സ്റ്റെബിലൈസേഷൻ ഇല്ല, ക്വാളിറ്റി ഭയങ്കര ആവറേജ് ആണ്. ഇനി സെൽഫി വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ, സോ ഇതാണ് റെഡ്മി 4A 5G എന്നുള്ള സെൽഫി വീഡിയോ ഫുട്ടേജ്. സോ വലുതായിട്ടൊന്നും പറയാനില്ല, നല്ല ആവറേജ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയറിനെ പറ്റി ചർച്ച ചെയ്യാം. അതെ, സോഫ്റ്റ്വെയർ HyperOS ആണ് ഇതിനകത്തും കേട്ടോ. ഞാൻ വിചാരിച്ച ഇവർ വല്ല ആൻഡ്രോയിഡ് ഗോ എഡിഷൻ വല്ലതും വെക്കുന്ന, ഇല്ല, HyperOS ആണ്. HyperOS വെർഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.0.5.0 ആണ്, ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 14 ആണ്. സോഫ്റ്റ്വെയറിൻ്റെ കേസിൽ വലിയ കുഴപ്പമൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് Xiaomi HyperOSൻ്റെ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് മറ്റേ ലോക്ക് സ്ക്രീനിൽ നമുക്ക് വാൾപേപ്പർ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഓരോ സെറ്റപ്പ് വാൾപേപ്പറൊക്കെ ഇടാൻ പറ്റും. അത് രസമാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനത്തെ സാധനമൊക്കെ ഇതിനകത്തും ഉണ്ട് കേട്ടോ. അതിനകത്ത് അവരതൊന്നും ഒമിറ്റ് ചെയ്തിട്ടില്ല. ഈവൻ കസ്റ്റമൈസേഷനൊക്കെ കുറേ ഉണ്ട്. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ പാനലൊക്കെ നോർമൽ ഷവോമിയുടെ അല്ലാതെ മറ്റേ പുതിയ ടൈപ്പിലുള്ളതല്ല, ഐഫോൺ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ ഇൻസ്പയർഡ്, അതല്ല. പിന്നെ സോഫ്റ്റ്വെയർ ഈസ് ഫൈൻ, പക്ഷേ കുറച്ചുകൂടെ സോഫ്റ്റ്വെയർ സെറ്റ് ആക്കാനുണ്ട്. ഇനി ബ്ലോട്ട് വേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു 9, 12, 15 ബ്ലോട്ട് വേഴ്സ് ഉണ്ടാവും. ഓഫ് കോഴ്സ് അവരുടെ ബബിൾ ഷൂട്ടറും പാരമ്പര്യമായിട്ടുള്ള ഡസ്റ്റ് സെറ്റിൽ ബ്ലോക്ക് ബ്ലാസ്റ്റ് ഇതെല്ലാം ഉണ്ട്. പിന്നെ ആമസോൺ ഫേസ്ബുക്കൊക്കെ പണ്ട് തൊട്ടേ ഉണ്ടല്ലോ, അതൊക്കെ പിന്നെ ഉണ്ട്. അപ്പോൾ 15 ബ്ലോട്ട് വേഴ്സ് ഉണ്ട്, അൺഇൻസ്റ്റാൾ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇനി സോഫ്റ്റ്വെയറിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ റിഫൈൻ ചെയ്യാനുണ്ട് ചെറിയ രീതിയിൽ. ഇവൻ ഞാൻ പറയില്ല, ചിപ്സെറ്റ് ആക്ച്വലി നല്ലതാണ്, അത് കുറച്ചുകൂടെ പണിയെടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പം അത്യാവശ്യം ഒരു 80% ഗുഡാണ്, ഒരു 10% ബെറ്റർ ആക്കാനുള്ള സംവിധാനമുണ്ട്. സോ സോഫ്റ്റ്വെയർ കുറച്ചുകൂടെ ബെറ്റർ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പൊളിയായിരിക്കും. ഇനി ഫോണിൻ്റെ സെൻസേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗൈറോസ്കോപ്പ് ഇല്ല, അത്രേ ഉള്ളൂ, ഗൈറോസ്കോപ്പ് സെൻസർ ഇല്ല. സോ കൂടുതലൊന്നും പറയാനില്ല. ഇനി കണക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 5Gയിലേക്ക് വരാം. 5G എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്യാച്ച് ഉണ്ട്. ഒന്നാമത്തെ കാര്യം പോസിറ്റീവ് ഞാൻ പറയാം, ഇതിനകത്ത് ജിയോ 5G നല്ല പൊളിയായിട്ട് വർക്ക് ചെയ്യും, ജിയോ 5G. ഇനി ഞാൻ കുറച്ച് വീഡിയോസുകൾക്കൊക്കെ മുമ്പ് 5Gനെ പറ്റി ചെയ്ത കുറേ വീഡിയോസിനകത്തൊക്കെ NSA SA എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നോൺ സ്റ്റാൻഡലോണും സ്റ്റാൻഡലോണും. നോൺ സ്റ്റാൻഡലോൺ എന്ന് പറഞ്ഞാൽ ആ ബാക്കി തന്നെ ഉണ്ട്, ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ല. സ്റ്റാൻഡലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കാം, മീൻസ് ഞാനൊരു മീനിങ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ ഇതാണ് പ്രോപ്പർ ഡിക്ഷണറി മീനിങ് എന്നല്ല, ആ ഒരു വാക്കിനകത്തുനിന്ന് ഞാൻ അർത്ഥം പറയാൻ ശ്രമിക്കുകയാണ്. സ്റ്റാൻഡ് അലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളൊരു സ്കീമാണ്. NSA എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കാതെ ഒരു സപ്പോർട്ടിൽ നിൽക്കുക എന്നുള്ള. അപ്പം ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ജിയോ എന്ന് പറഞ്ഞ കമ്പനി ആക്ച്വലി സ്റ്റാൻഡ് അലോൺ 5G ആണ് തരുന്നത്, അതായത് ഒറ്റയ്ക്ക് നിൽക്കുന്ന 5G ആണ്. അതായത് 5Gക്ക് വേണ്ടി തന്നെയുള്ള ടവറുകളും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും സെറ്റപ്പൊക്കെയാണ് ഇവർ ചെയ്തേക്കുന്നത്. അതായത് അംബാനി അണ്ണൻ നല്ല കാശ് മുടക്കി ട്രൂ 5G ആണ് നമുക്ക് തരുന്നത്. ഇനി എയർടെൽ അണ്ണൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാവാം അണ്ണൻ നമുക്ക് തരുന്ന നോൺ സ്റ്റാൻഡ് അലോൺ 5G ആണ്. അതായത് 4Gയുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടവേഴ്സിനെ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തി 5G വേവ്സിനെ കടത്തി വിടുന്ന രീതിയിൽ 5G നമുക്ക് തരുന്നു. അതായത് എക്സിസ്റ്റിംഗ് സാധനത്തിനെ ഉപയോഗിച്ച് 5Gനെ തരുന്നു. അതായത് 4Gയുടെ സപ്പോർട്ട് വെച്ച് 5Gനെ തരുന്നു. അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഫോൺ ആക്ച്വലി സ്റ്റാൻഡ് അലോൺ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ജിയോ തരുന്ന 5G നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടും. ഇനി എയർടെൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ സ്റ്റാൻഡ് അലോൺ തരുന്നുണ്ട്, അതിനും കിട്ടും. പക്ഷേ എയർടെൽ മോസ്റ്റ് ഓഫ് ദ ഇന്ത്യയിൽ നോൺ സ്റ്റാൻഡ് അലോൺ ആണ് തരുന്നത്, അതായത് 4Gയുടെ സപ്പോർട്ടോടുള്ള 5G ആണ് തരുന്നത്. ആ ഒരു സ്കീം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എയർടെൽ 5G ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ്. ഇനി ഇതിനെ പെട്ടിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട് നോൺ സ്റ്റാൻഡ് അലോൺ സപ്പോർട്ട് ചെയ്യത്തില്ലെന്നുള്ളത്. അതാണ് ക്യാച്ച്. അപ്പം അത് മാർക്കറ്റ് ചെയ്തതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. പ്യുവർ 5G ആണെങ്കിൽ പ്യുവർ 5G തന്നിരിക്കണം, രണ്ടും തരണം. ഇത് മറ്റേ ഒരു ഇടപാട് കാണിക്കരുത്, അതാണ്. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ള, ഇനിയിപ്പം ഭാവിയിൽ എയർടെൽ സ്റ്റാൻഡ് അലോൺ കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഇതിനകത്ത് നമുക്ക് 5G കിട്ടും. കുറേ സ്ഥലത്തൊക്കെ സ്റ്റാൻഡ് അലോൺ എയർടെൽ തരുന്നുണ്ട്, പക്ഷേ മോസ്റ്റ് ഓഫ് ദ ഏരിയാസ് നോൺ സ്റ്റാൻഡ് അലോൺ ആണ്. ഇനി എനിക്കത് ടെസ്റ്റ് ചെയ്യാൻ എൻ്റെ എയർടെൽ സിം ഉണ്ടെങ്കിൽ എൻ്റെ റീജിയനിൽ 5G ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എടുത്ത് കാണിച്ചു തരാൻ പറ്റത്തില്ല. പക്ഷേ 5G ഇതിനകത്ത് ഓടത്തില്ല എയർടെൽ സിം ഇട്ടാൽ. പക്ഷേ സ്റ്റാൻഡ് അലോൺ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് എയർടെലും വർക്ക് ചെയ്യും. ഇനി സിം ഇട്ട് നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ജിയോ നിങ്ങൾക്ക് വർക്ക് ചെയ്യും, 5G കിട്ടും. ഇനി
അതിനകത്ത് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 5G+ കാരിയർ അഗ്രിഗേഷൻ ഉണ്ട്. അതായത് 5G+ കിട്ടും, അതേപോലെ വോയിസ് ഓവർ NR NR എന്ന് പറഞ്ഞ ഫീച്ചറും കിട്ടും. 5Gയുടെ വോയിസ് കോളിങ്ങും ഇതിനകത്ത് സപ്പോർട്ടാണ്. അതായത് 5G വെച്ചുള്ള എല്ലാ സംവിധാനവും ഉണ്ട്, പക്ഷേ ഈ നോൺ സ്റ്റാൻഡ് അലോൺ ഒഴിച്ച് എല്ലാം ഉണ്ട്. സോ ഇതാണ് കണക്ടിവിറ്റി. വേറെ കോളിങ്ങിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല, നെറ്റൊക്കെ സ്മൂത്ത് ആയിട്ട് കിട്ടും, വേറെ ഇഷ്യൂസ് ഒന്നും എനിക്ക് ഫേസ് ചെയ്തില്ല. ഇതൊരു ക്യാച്ചാണ്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ ബാറ്ററി ബാക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ 5160 mAh ബാറ്ററിയും 18 വാട്ട്സിന്റെ ചാർജിങ് സപ്പോർട്ടാണുള്ള ഫാസ്റ്റ് ചാർജർ. പറയാം 33 അവർ തരുന്നുണ്ട് കേട്ടോ, പൂട്ടി വെക്കാം, പെട്ടിക്കകത്ത് നിന്ന് എടുത്ത് വലിയ അലമാരി ഭദ്രമായിട്ട് വെക്കാം. 33 വാട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ആക്ച്വലി 18 അതിനകത്ത് ഉപകരിക്കുകയുള്ളൂ. എന്തായാലും ഏറെക്കുറെ 1 മണിക്കൂർ 55 മിനിറ്റ് ഒക്കെ എടുക്കും 21% നിന്ന് 100 ആകാൻ. ഓക്കെ, ഫോർ ദ പ്രൈസ് ഒന്നും പറയാനില്ല. ഫോർ ദ പ്രൈസ് ഇറ്റ്സ് ഗുഡ്, അത്രേ ഉള്ളൂ. ഈ പ്രൈസ് വരുമ്പോൾ ഈ ഒരു ഫോൺ പെർഫെക്റ്റ് ആണ് എല്ലാ രീതിയിലും. അതാണ്. അപ്പോൾ ഇനി നമുക്ക് പതിയെ പ്രൈസിങ്ങിലേക്ക് കിടക്കാം. 8500 4GB 64GB നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 8500 കിട്ടും. ഫോർ ദ പ്രൈസ് ദിസ് ഈസ് എ ഗുഡ് ഫോൺ, ഡീസൻറ്റ് ഫോണാണ്. പിന്നെ ഈ 5Gയുടെ ക്യാച്ച് നിങ്ങൾ ഓർത്തിരിക്കുക, എയർടെൽ എടുക്കില്ല, ബാക്കി ജിയോ എടുക്കും. പിന്നെ VIയും BSNL ഒന്നും നമ്മുടെ ഈ പറഞ്ഞ ഇതിനകത്തെ ലിസ്റ്റിലേ ഇല്ല. ഇനിയിപ്പോൾ അവർ കൊണ്ടുവന്നാലും ചിലപ്പോൾ അവർ നോൺ സ്റ്റാൻഡ് അലോൺ ആയിരിക്കും കൊണ്ടുവരുന്നത്, അങ്ങനെ കൊണ്ടുവന്നാലും എടുക്കത്തില്ലായിരിക്കും. പക്ഷേ 4G വെച്ച എല്ലാ സെറ്റപ്പാണ് കേട്ടോ. ബാക്കി എല്ലാ രീതിയിലും ഈ ഒരു ഫോൺ നല്ലതാണ്, കാരണം ഇതിനകത്ത് നല്ല ചിപ്സെറ്റാണ്. ഈ ഒരു പ്രൈസിന് വലിയ കുഴപ്പമില്ലാത്ത ക്യാമറയാണ്. ഈവൻ ഡിസൈൻ ആണെങ്കിലും ബിൽഡ് ആണെങ്കിലും അത്യാവശ്യം ഒരു പ്രീമിയം തരുന്നുണ്ട്. 8500 രൂപയ്ക്ക് ഈ ഒരു പ്രീമിയം കിട്ടുന്ന നല്ല കാര്യമാണ്. ബാക്കി പെർഫോമൻസും ഉണ്ട്, ഈവൻ കാഷ്വൽ ഗെയിമിങ്ങും നിങ്ങൾക്ക് കളിക്കാം. ബാറ്ററി ബാക്കപ്പ് നൈസാണ്. ആക്ച്വലി ബാക്കി എല്ലാ രീതിയിലും ഒരു ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ബഡ്ജറ്റ് ഫോണാണ്, പെർഫെക്റ്റ് ബഡ്ജറ്റ് ഫോൺ. ഈ പറഞ്ഞ ഒറ്റ ക്യാച്ച് ഒഴിച്ച് ബാക്കി എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും തോന്നില്ല. സോഫ്റ്റ്വെയർ കുറച്ചുകൂടെ റിഫൈൻ ചെയ്യാനുണ്ട്. ഇത് കുറച്ചുകൂടെ സെറ്റപ്പ് ആക്കുവാണെങ്കിൽ ചുമ്മാ പൊളിയായിരിക്കും. വേണമെങ്കിൽ റെഡ്മിക്ക് ഒരു നല്ല തിരിച്ചുവരെ നടത്താനും സാധിക്കും. എനിവേ നല്ലൊരു ഫോണാണ്. സോ ബഡ്ജറ്റ് കാറ്റഗറിയിൽ ഫോൺ നോക്കുന്നവർക്ക്, സോഷ്യൽ മീഡിയ അങ്ങനത്തെ ചെറിയ കാഷ്വൽ ഗെയിം അങ്ങനെയുള്ളവർക്ക് ഇത് എടുക്കാം. പേരൻസിനൊക്കെ മേടിച്ച് കൊടുക്കുന്നതിലും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ആഡ്സ് ഒന്നും ഞാൻ അങ്ങനെ ഫേസ് ചെയ്തില്ല. നിങ്ങളത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഇഷ്യൂ ഉണ്ടാകത്തില്ല. ഇവരുടെ ഗ്ലാൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഓഫ് ചെയ്തിടുക. പിന്നെ ബ്ലോട്ട് വൈസ് അൺഇൻസ്റ്റാൾ ചെയ്യും, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഫോർ ദ പ്രൈസ് ഇറ്റ്സ് എ ഗുഡ് ഫോൺ. അപ്പോൾ പുതിയൊരു വീഡിയോ എല്ലാവർക്കും